വെൽക്കം ടു യാനിസ്റ്റ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. ക്രോഷറ്റ് ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള സീരീസിൻ്റെ പാർട്ടായിട്ടുള്ള ഒരു വീഡിയോ ആണിത്. ഇതിനു മുമ്പ് ഞാൻ പോസ്റ്റൽ സർവീസിനെയും കൊറിയർ സർവീസിനെയും കുറിച്ചൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ബിസിനസ് ഉള്ള പ്രോഡക്ട്സ് നമുക്ക് കസ്റ്റമറിലേക്ക് എത്തിക്കാനുള്ള കുറച്ച് മെത്തേഡ്സ് ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സിനെ കുറിച്ചിട്ട്. അതെന്താണ്, അതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് പ്രൊഡക്റ്റ് കളക്ട് ചെയ്ത് കസ്റ്റമറുടെ വീടുകളിൽ എത്തിക്കുന്ന ഒരു സിസ്റ്റമാണിത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിക്കാം. അപ്പോൾ നിങ്ങൾ ക്രോഷറ്റ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിൽ, ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ പോയി കാണാൻ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ട് മാത്രമേ എനിക്ക് എൻ്റെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അത് മറക്കരുത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സ് എന്താണെന്നുള്ളത് നോക്കണം. അതൊരു പ്ലാറ്റ്ഫോമാണ്. അതായത് നമ്മുടെ കൊറിയേഴ്സിനെയും അല്ലെങ്കിൽ ഡെലിവറി സർവീസസിനെയൊക്കെ ജോയിൻ ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഷിപ്പ് റോക്കറ്റ്, പിക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പല വെബ്സൈറ്റ്സിനും പ്രൊഡക്ട്സ് വാങ്ങുമ്പോൾ നമുക്ക് ഷിപ്പ് റോക്കറ്റ് എന്നൊക്കെ മെസ്സേജ് വരുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാറില്ലേ? അതേപോലെയുള്ളൊരു ഷിപ്പിംഗ് അഗ്രിഗേറ്ററാണ് ഷിപ്പ് റോക്കറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സിനെ യൂസ് ചെയ്യുന്നത്. അവർ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തിട്ട് കസ്റ്റമറുടെ വീട്ടിൽ ഡെലിവറി ചെയ്യുന്ന ഒരു സർവീസാണിത്. മറ്റ് നമ്മൾ കൊറിയർ ഓഫീസിൽ അല്ലെങ്കിൽ പോസ്റ്റൽ ഓഫീസിലോ ഒന്നും പോവാതെ തന്നെ കുറച്ചുകൂടി കാര്യങ്ങൾ കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാനുള്ളൊരു സിസ്റ്റമാണിത്. അപ്പം ഇനി നിങ്ങൾ എങ്ങനെയാണ് ഈ ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സിനെ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഗൂഗിൾ എടുത്തിട്ട് ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സിന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഒരുപാട് വെബ്സൈറ്റ് തുറന്നു വരും. അപ്പോൾ അതിൽ നിങ്ങൾക്ക് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെ വർക്കാവും എന്നുള്ളത് നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കൊരു ഷിപ്പിംഗ് അഗ്രിഗേറ്ററിനെ കണ്ടെത്തുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗൂഗിൾ സെർച്ച് ചെയ്യുക. അപ്പോൾ അതിൽ ഫേമസ് ആയിട്ടുള്ള ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സ് എന്ന് പറയുന്നത് ഷിപ്പ് റോക്കറ്റ്, അതേപോലെ തന്നെ പിക്കറൊക്കെയാണ്. ഇത് കൂടാതെ ലോക്കലി ഉള്ള ഒരുപാട് അഗ്രിഗേറ്റേഴ്സ് ഉണ്ടാകും. അതായത് നമ്മുടെ ഡിസ്ട്രിക്റ്റ് ബേസ്ഡ് ആയിട്ട് ഓഫീസൊക്കെ വരുന്ന ആളുകളുണ്ട്. അത് നമ്മൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മാത്രമേ നമുക്ക് മനസ്സിലാവുള്ളൂ. അതിൽ നമുക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ടാകും. അതായത് ഈ അഗ്രിഗേറ്റർ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വേറെ കൊറിയർ സർവീസുമായിട്ട് നമ്മളെ കണക്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് അവർ തന്നെ ഇറ്റ്സെൽഫ് അവർക്ക് ഡെലിവറി ഉണ്ടാകും. അതുകൂടാതെ ഇപ്പം വേറെ കുഞ്ഞു കൊറിയർ സർവീസസ് ആയിട്ട് നമ്മളെ കണക്ട് ചെയ്യും. അപ്പം നമുക്ക് അതിൽ നിന്ന് ഓരോന്നിൻ്റെയും പ്രൈസ് നമുക്ക് അറിയാൻ പറ്റും. നമ്മൾ ഇത്ര വെയിറ്റിൻ്റെ സാധനമാണ് അല്ലെങ്കിൽ ഇന്ന സ്ഥലത്തേക്ക് നമ്മളിത് അയക്കുമ്പം ഒരു ആവറേജ് വെയിറ്റ് നമുക്ക് അറിയണ്ടാവും. ഇതിപ്പോൾ ഒരു 500 grams ആണ്. ഇന്ന സ്ഥലത്തേക്ക് ഇത് അയക്കുമ്പോൾ ഇതിന് എത്ര പ്രൈസ് വരും, ഓരോ ഇതിൽ എത്ര പ്രൈസ് വരും എന്നുള്ളത് നമുക്ക് അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അതിനുള്ള ഓപ്ഷൻസ് അതിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ആവശ്യമുള്ളത് സെലക്ട് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും മിനിമൽ ആയിട്ടുള്ള പ്രൈസിന് പ്രോഡക്റ്റ് അയക്കാൻ പറ്റും. അതിനുശേഷം നമുക്കൊരു പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യാൻ പറ്റും. ഇനി നമ്മളെപ്പോഴും ഈ കൊറിയർ സർവീസസിനെ അല്ലെങ്കിൽ പോസ്റ്റൽ സർവീസസിനെ ഒക്കെ ഡിപ്പെൻഡ് ചെയ്യുമ്പം നമുക്കിതൊരു ബുദ്ധിമുട്ടാണ്. നമ്മളത് അവിടെ കൊടുത്തിട്ട് ചിലപ്പോൾ കുറേ പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ പേറിപ്പോണം, എന്നിട്ട് അവിടെ കൊടുത്തിട്ട് വേണം അയക്കാൻ. ഇതങ്ങനെയല്ല. അവർ നമ്മുടെ വീട്ടിൽ വന്ന് നമ്മൾ പാക്ക് ചെയ്യുന്നു, വീട്ടിൽ വയ്ക്കുന്നു, അവരിവിടെ വന്ന് എടുക്കുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് എന്താണെന്ന് വെച്ചാൽ നമുക്കത് സൈൻ ചെയ്യാനുണ്ട്. ഞാനത് കൊടുത്തു എന്നുള്ളത്, അവരിത് എടുത്തു എന്നുള്ളത് അവർ സൈൻ ചെയ്ത് തരും. അപ്പോൾ ഒരു ഡോക്യുമെൻ്റ് ഉണ്ടാവും നമുക്കതിൻ്റെ. അതോട് കഴിഞ്ഞാൽ അവരത് കൊണ്ടുപോകുന്നു. പിന്നെ ഡയറക്റ്റ് നോർമൽ കൊറിയർ വർക്കാവുന്ന പോലെ തന്നെ അവരത് ഡെലിവറി ചെയ്യുന്നു. അതും ഹോം ഡെലിവറി അവരെന്തായാലും ഉറപ്പ് തരും നമുക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണം എന്താണ്? നമുക്ക് വീട്ടിലിരുന്ന് തന്നെ പ്രൊഡക്റ്റ് ചെയ്യാൻ പറ്റും. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ പാർസൽ പാക്ക് ചെയ്യുക പ്രോപ്പറായിട്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഷിപ്പിംഗ് അഡ്രസ്സ് നമ്മൾ പ്രിൻറ്റ് ചെയ്യേണ്ടതുണ്ട്. മറ്റതുപോലെ നമ്മൾ ജസ്റ്റ് കടലാസിൽ എഴുതിയാൽ പോരാ, അത് പ്രിൻറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അത് ഡിജിറ്റലായിട്ട് പ്രിൻറ്റ് ചെയ്തൊരു സ്ലിപ്പ് അതിൽ ഒട്ടിക്കേണ്ടി വരും. ചില ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സ് അവർ തന്നെ പ്രിൻറ്റ് ചെയ്യാനുള്ളത് നമുക്ക് അയച്ചു തരും. ജസ്റ്റ് നമ്മളത് പ്രിൻ്റ് എടുത്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. അഡ്രസ്സൊക്കെ നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കുന്നു. പിക്കപ്പ് ഷെഡ്യൂൾ ചെയ്യുമ്പോൾ തന്നെ ചിലപ്പോൾ നമ്മൾ അഡ്രസ്സ് അടിക്കേണ്ട ആവശ്യം വരും. അന്നപ്പം അവർ തന്നെ തരും സ്ലിപ്പ്. അത് നമുക്ക് ജസ്റ്റ് പ്രിൻറ്റ് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒട്ടിച്ചാൽ മതി. കുറച്ചുകൂടി ഡെവലപ്ഡ് ആയിട്ടുള്ളൊരു മെത്തേഡാണിത്. നമ്മൾ ഈ ട്രഡീഷണൽ മെത്തേഡ്സ് ആയിട്ടുള്ള, അതായത് ഡയറക്റ്റ് നമ്മൾ അഡ്രസ്സ് കൈകൊണ്ട് എഴുതി പോസ്റ്റ് ഓഫീസിൽ കൊടുക്കുന്നതാണ് നിങ്ങൾക്ക് കംഫർട്ടബിൾ എങ്കിൽ നിങ്ങൾക്ക് അത് തന്നെയാണ് നല്ലത്. ഇനി കുറച്ചുകൂടി ഇൻ്റഗ്രേറ്റഡ് ആയിട്ട് കുറച്ച് ഡെവലപ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് വേണമെന്ന് ആഗ്രഹമുള്ളവർക്കുള്ളൊരു മെത്തേഡാണിത്. പിക്കപ്പ് എപ്പോഴാണെന്ന് വെച്ചാൽ നമ്മൾ ഷെഡ്യൂൾ ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ സെയിം ഡേ അല്ലെങ്കിൽ പിറ്റേ ദിവസം അവരത് പിക്കപ്പ് ചെയ്യും. അതുകൊണ്ട് പെട്ടെന്ന് ഡെലിവറി ചെയ്യുകയും ചെയ്യും. പോസ്റ്റൽ സർവീസിൻ്റെ അത്രയൊന്നും ഡേയ്സ് എന്തായാലും എടുക്കില്ല. പിന്നെ ഏറ്റവും വലിയ ഗുണം നമുക്ക് പോസ്റ്റ് ഓഫീസ് പോകണ്ട എന്നുള്ളത് തന്നെയാണ്.
വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒട്ടുമിക്ക റൂറൽ ഏരിയാസിലും ഇതിന് പിക്കപ്പും ഡെലിവറിയും ഒക്കെ ഉണ്ടാവും. അല്ലാത്ത ഏരിയാസിൽ ഇപ്പോൾ ഡെലിവറി ഇല്ലാത്ത ഏരിയാസിൽ പിക്കപ്പും ഉണ്ടാവില്ല. അപ്പോൾ നമ്മുടെ ഏരിയയിൽ ഇത് ഡെലിവറി പിക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ആദ്യം അന്വേഷിക്കേണ്ടതായിട്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് നമ്മുടെ ടൈം സേവ് ചെയ്യും, നമ്മുടെ എഫേർട്ട് സേവ് ചെയ്യും. ഇത് വെച്ചിട്ട് നമ്മൾ കൊറിയർ അയക്കാനുണ്ട് എന്നുള്ളത്, എസ്പെഷ്യലി ക്രോഷറി ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് കുറേ സമയം വേണ്ട ഒരു ബിസിനസ്സാണ്. പ്രൊഡക്ട്സ് ഒക്കെ ഉണ്ടാക്കുക. അതിൻ്റെ ഇടയിൽ കൂടെ നമുക്കിപ്പോൾ കുറേ ദൂരെയൊക്കെയാണ് കൊറിയർ ഓഫീസെങ്കിൽ അതിന് വേണ്ടി പോവേണ്ട സമയം നമുക്ക് ലാഭിക്കുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ കുറച്ചുകൂടി ചീപ്പറായിരിക്കും, നമ്മൾ കൊറിയറിനെ അപേക്ഷിച്ച് കുറച്ചുകൂടി പൈസ കുറവായിരിക്കും ഈ ഒരു ഷിപ്പിംഗ് അഗ്രിഗേറ്റേഴ്സ് വഴി അയക്കുന്ന സമയത്ത്. പിന്നെ പ്രോപ്പറായിട്ടുള്ള ട്രാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇത് അവരായിട്ടുള്ള ഡീലിംഗ് ആണ്. അവരെ നമുക്ക് ഫോൺ വഴി വിളിച്ചിട്ടോ അല്ലെങ്കിൽ ട്രാക്ക് ചെയ്തിട്ട് അതിനുള്ള ഏജൻസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും. ഫുള്ള് നമുക്ക് ഒക്കെ നല്ല ഈസി ആയിട്ട് കാര്യങ്ങൾ നടക്കുന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് വരാൻ തുടങ്ങിയാൽ മാത്രമേ ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അതായത് നമുക്ക് മന്ത്ലി 1 or 2 ഓർഡേഴ്സ് കിട്ടുന്നവരാണെങ്കിൽ ഇതിന് മെനക്കെടരുത്. കാരണം അവർ ചിലപ്പോൾ പിക്കപ്പ് ചെയ്യാൻ തയ്യാറാവണമെന്നില്ല. നമുക്കത് അവർക്ക് ചിലപ്പോൾ ലിമിറ്റ്സ് ഉണ്ടാവും. ചിലപ്പം വീക്ക്ലി ഇത്ര ഓർഡർ വരണം അല്ലെങ്കിൽ മന്ത്ലി ഇത്ര ഓർഡർ വരണം. അപ്പം നിങ്ങൾക്ക് ഇപ്പം കുറേ ഓർഡേഴ്സൊക്കെ വരുന്ന ആളാണെങ്കിൽ ഒരു ആവറേജ് ലെവൽ ഒരു മന്ത്ലി അപ് ടു 10 to 15 ഓർഡേഴ്സൊക്കെ കിട്ടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കിത് ഈ ഒരു ഓപ്ഷൻ എടുക്കാം. അല്ലാത്തപ്പോൾ നമ്മൾ നോർമൽ കൊറിയേഴ്സ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇന്ത്യയിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ഷിപ്പ് റോക്കറ്റ് തന്നെയാണ്. പിന്നെയും കുറേ ഉണ്ടാകും. നിങ്ങൾ ഗൂഗിൾ സെർച്ച് ചെയ്താൽ മതി. പിക്കർ, വാമ, ഷിപ്പ്, അങ്ങനെ കുറേ അഗ്രിഗേറ്റേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ ബിസിനസ്സൊക്കെ നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകുമ്പോൾ നിങ്ങൾക്ക് ആവശ്യം ഉണ്ടാകുന്ന ഒരു വീഡിയോ ആണ്. ഇപ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടാവാം. ചിലപ്പോൾ നിങ്ങൾ എന്തിനാണിത് എന്നൊക്കെ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരും. അത് കുറച്ച് ഓർഡേഴ്സൊക്കെ വന്നു തുടങ്ങിയാൽ പുറകെ പോകുമ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ട്, ഡെയിലി കൊറിയർ അയക്കാൻ പോകുന്നതും പോസ്റ്റിൽ അയക്കാൻ പോകുന്നതും അതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. കുറേ ഓർഡേഴ്സൊക്കെ വരട്ടെ, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ ആവശ്യം എന്താണെന്നുള്ളത്. അപ്പോൾ ഒന്നുകൂടെ വന്ന് വീഡിയോ കാണാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇതേപോലെ ക്രോഷർ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട്സ് തന്നെ കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ. താങ്ക് യു.